വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കുറച്ച് ദിവസമായി എല്ലാവരും കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്. ടീച്ചർ 2026 വരെയുള്ള 2026 ഒരു 3 മാസം മുമ്പ് വരെയുള്ള എല്ലാ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. 107ഓളം കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഒരുമിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, നോക്കാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം ഇട്ട് തരുമെന്നൊക്കെ പറഞ്ഞ് പല മെസ്സേജസ് ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ടീച്ചർ ഇപ്പൊ ഒന്ന് തുടങ്ങുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2026 നമ്മുടെ റിപ്പബ്ലിക് ദിനം ഉണ്ടായി. അത് 77ാമത്തെ റിപ്പബ്ലിക് ദിനമാണ്. ആ റിപ്പബ്ലിക് ദിനത്തില് യൂറോപ്യൻ അതിഥിയായി വന്ന യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? അദ്ദേഹത്തിന്റെ പേര് ആന്റോണിയ. എന്താണ്? ആന്റോണിയ കോസ്റ്റെ. ഇതാണ് ആന്റോണിയ കോസ്റ്റ. ഇദ്ദേഹമാണ് ആന്റോണിയോ കോസ്റ്റ, അല്ലെ? 2026 അപ്പൊ എത്രാമത്തെ റിപ്പബ്ലിക് ആണ് എന്ന് മനസ്സിലാക്കുക? 77ാമത്തെ റിപ്പബ്ലിക് ആണ് എന്ന് മനസ്സിലാക്കുക. ആന്റോണിയോ കോസ്റ്റ്. ഇനി ഇദ്ദേഹം മാത്രല്ല, യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ്, അതും കൂടി വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെച്ചോളോ. ആരാണ്? ഉർസുല. ഉർസുല വോൺ ഉർസുല വോൺ ഡെർ ലേയൻ. ഇതാരാണ്? യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ്. ഇപ്പൊ 2026 77ാമത്തെ റിപ്പബ്ലിക് ദിനത്തിന് 2 ചീഫ് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റെ, അടുത്തത് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലേയൻ. ക്ലിയർ ആയില്ലേ? അടുത്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെ UNOന്റെ 9ാമത്തെ സെക്രട്ടറി ജനറലായ ആരാണ്? ആന്റോണിയോ ഗുട്ടറസ്. ഏത് രാജ്യക്കാരനാണ്? അദ്ദേഹത്തിന്റെ പേരറിയാത്തവർ പഠിക്കുക. ആന്റോണിയോ ഗുട്ടറസ്. ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാ? പോർച്ചുഗീസുകാരനാണ്. പോർച്ചുഗീസുകാരൻ. ഇനി ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയായ ശേഷം UN സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യ വ്യക്തി കൂടിയാണ് ആര്? ആന്റോണിയോ ഗുട്ടറസ്. അടുത്തത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മൊബൈൽ ആപ്പ് കൊണ്ടുവന്നു. അതിന്റെ പേര് എന്താണ്? സി വിജിൽ എന്നാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സി വിജിൽ. ക്ലിയർ ആയില്ലേ? അടുത്തത് മെനിഞ്ചൈറ്റിസ് രോഗത്തിന് എതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തെ ആദ്യ രാജ്യം ഏതാണ്? ഏത് രാജ്യത്താണ് അത് നിർമ്മിച്ചത്? ഏതാണ് രാജ്യം? നൈജീരിയ. ഏത് രാജ്യമാണ് അത് നിർമ്മിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രാജ്യം നമ്മൾ പറയാ? നൈജീരിയ രാജ്യമാണത് നിർമ്മിച്ചത്. ആരാണ് നിർമ്മിച്ചത്? നൈജീരിയയാണ് നിർമ്മിച്ചത് കേട്ടോ. നൈജീരിയ തന്നെയാണ്. ടീച്ചർക്ക് തെറ്റിയതാണ്. അപ്പോ മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ രാജ്യം നൈജീരിയ. ക്ലിയർ ആയില്ലോ? ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ പറയണം. മുംബൈ. അടുത്തത് ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യത്തെ പാശ്ചാത്യ രാജ്യം ഏതാണ്?
ചാറ്റ് GPT നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഇറ്റലിയാണ്. ഏതാണ് പാശ്ചാത്യ രാജ്യം? ഇറ്റലിയാണ് അത് കേട്ടോ. അടുത്തത് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ്? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം എന്നാണ്. ഗണതന്ത്ര മണ്ഡപം എന്നാണ്. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയത് എവിടെയാണ്? ബംഗാൾ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ബംഗാളാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് എന്ന്? 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഏതാണ് ആ സംസ്ഥാനം? തെലങ്കാന. ഏതാണ്? തെലങ്കാന സംസ്ഥാനമാണ് മഹാലക്ഷ്മി സ്കീം ആരംഭിച്ചത്. 2025 പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയായത് എവിടെയാണ്? ഖോഖോ വേൾഡ് കപ്പിന് വേദിയായത് എവിടെയാണ്? ഇന്ത്യയാണ്. എവിടെയാണ്? ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ്. ആദ്യത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സ് അല്ലെ, സ്കൂൾ ഒളിമ്പിക്സ് നടന്നത് ഏത് ജില്ലയിലാണ്? എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. അടുത്തത്, കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും, കർഷകരുടെ സർവീസസ് ഒക്കെ തന്നെ ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ആരംഭിച്ച സംയോജിത പോർട്ടലിന്റെ പേര് എന്താണ്? കതിർ ആപ്പ് എന്നാണ്. കതിർ ആപ്പ് എന്നാണ്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏതാണ്? ചലച്ചിത്രത്തിന്റെ പേര് 800. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ദ്ര എന്നാണ് അതിന്റെ പേര്. എന്താണ്? ഇന്ദ്ര എന്ന്. 2026 G20 ഉച്ചകോടി, 21ാമത്തെ G20 ഉച്ചകോടി വേദി എവിടെയാണ്? 2026 വേദി അമേരിക്കയാണ്. ഏതാണ് വേദി? അമേരിക്കയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് ഹൈദരാബാദ്. എവിടെയാണ്? ഹൈദരാബാദിലാണ്. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? നെക്സ്റ്റ് വൺ, ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC ആണ്. ഏതാണ്? ലക്ഷദ്വീപിലെ HDFC ആണ്. ഏത് ബാങ്കാണ്? HDFC ബാങ്കാണ്. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഏത് വൈറസ് ആണ്? ഡെങ്കി വൈറസ്. ഏതാണ്? ഏത് വൈറസിനെതിരെയുള്ളതാണ്? ഡെങ്കി വൈറസിന് എതിരെയുള്ളതാണ്. ഏതിനാണ്? ഡെങ്കി വൈറസിനെതിരെയുള്ളതാണ്. അടുത്തത്, മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ഇലോൺ മസ്കിന്റെ കമ്പനിയുടെ പേര് ന്യൂറാലിങ്ക് എന്നാണ്. എന്താണ്? ന്യൂറാലിങ്ക് അല്ലെ. അതായത് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയുടെ പേര് ന്യൂറാലിങ്ക്. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തെ ആദ്യ രാജ്യം ഏതാണ്?
സ്വീഡൻ. ഇലക്ട്രിക് മണ്ണ് എവിടെയാണ്? സ്വീഡൻ ട്ടോ. ഇനി അടുത്തത് ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? MAL എന്നാണ്. എന്താണ് ബ്രിട്ടനിലെ പുതിയ രക്തഗ്രൂപ്പ്? ബ്രിട്ടന്റെ പുതിയ രക്തഗ്രൂപ്പാണ്. അടുത്തത് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേര് എന്താണ്? കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ AI ചിപ്പിന്റെ പേര് എന്താണ്? കൈരളി എന്നാണ്. എന്താണ് പേര്? കൈരളി എന്നാണ് അതിന്റെ പേര്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയുടെ പേര് ഗഗൻയാൻ എന്നാണ്. എന്താണ്? ഗഗൻയാൻ എന്നാണ് അതിന്റെ പേര്. കൃത്രിമ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണ്? PSLV-C57 ആണ്. PSLV-C57 ആണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇനി അടുത്തത്, ഐക്യരാഷ്ട്ര സംഘടനയിലെ, വീണ്ടും ചോദിച്ച ചോദ്യം തന്നെയാണ്, അപ്പൊ നോട്ട് എഴുതണില്ല ടീച്ചർ. ഐക്യരാഷ്ട്ര സംഘടനയിലെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം എവിടെയാണ്? പോർച്ചുഗൽ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ, ആരുടെയാണ്? ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം എവിടെയാണ്? അസമാണ്. ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്ത ലോകാരോഗ്യ സംഘടന 2024 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു? എന്തിന്റെയാണ്? എംപോക്സ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ചോദ്യം ട്ടോ. അതായത് നമ്മൾ ഒരു 30 ചോദ്യമൊക്കെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്ര ചോദ്യം വെച്ച് ഞാൻ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു പോവാട്ടോ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇനി നമുക്ക് കുറച്ച് ദിവസം ഉണ്ടല്ലോ, 18-ാം തീയതി ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചു പോവാം. എല്ലാം കൂടി കേട്ട് നിങ്ങൾ ആകെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് പേടിക്കൊന്നും വേണ്ട. മുമ്പ് ക്ലാസ് കേൾക്കാത്ത കുട്ടികളൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇത് പഠിച്ചു പോവാ നിങ്ങള്. ശരി എന്നാ.